2011 ഏപ്രിൽ മാസം 11-ാം തീയതി രാത്രി 11:30 ലക്നൗവിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്ന ട്രെയിനിന് വേണ്ടി ഈ ഫോട്ടോയിൽ കാണുന്ന അരുണിമ സിംഗ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ അരുണിമയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവം ഈ ട്രെയിനിലാണ് നടക്കുന്നതെന്ന് അരുണിമ അറിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഒട്ടും വയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഒട്ടും വയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഫോട്ടോ ഞാൻ കാണിച്ച അരുണിമ സിംഗ് ഡൽഹിയിലോട്ട് പോകാൻ വേണ്ടി ട്രെയിനകത്ത് തനിക്ക് കിട്ടിയ സീറ്റിൽ പോയിരിക്കുമായിരുന്നു. ടിക്കറ്റ് എടുത്ത് അതിനകത്ത് പോയിരുന്ന് ചുറ്റും നോക്കിയപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരും പിന്നെ ഫ്രണ്ട്സായിട്ട് ഡൽഹിക്ക് പോകുന്നവരും ഭയങ്കര സുരക്ഷയാണെന്ന് തനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇതാണ് എല്ലാത്തിനും തുടക്കമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല. അരുണിമയുടെ കൂടെ തന്നെ ആരും വന്നില്ലായിരുന്നു. അരുണിമ ഒറ്റയ്ക്കായിരുന്നു ഡൽഹിയിലേക്ക് തിരിച്ചത്. കുറച്ച് നേരം മയങ്ങാമെന്ന് പറഞ്ഞ് വിൻഡോയിലേക്ക് തലചായ്ച്ച് കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് ആ ഒരു ബോഗിയിലേക്ക് നാലഞ്ചക്ക സംഘം മുഖംമൂടി ധരിച്ച് കയറി വന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും മാല വള എല്ലാം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാലംഗ സംഘം കാണുന്നത് അരുണിമയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല. ഉറങ്ങിക്കിടന്ന അരുണിമയെ ചെന്ന് വിളിച്ചുണർത്തി ഭീഷണിപ്പെടുത്തി മാല വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അരുണിമ ആദ്യമേ ഒന്ന് പേടിച്ചെങ്കിലും ചാടി എണീറ്റ് അവരോട് എതിർക്കാൻ ആ 4 പേരോടും എതിർത്ത് നിൽക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം എങ്ങനെ അരുണിമ അവരോട് എതിർത്ത് നിന്നെന്ന്. സോ അത് ഞാൻ പോകെ പറഞ്ഞുതരാം. അവരോട് എതിർത്ത് നിൽക്കുകയാണ് അരുണിമ ചെയ്തത്. അതിനുശേഷം അവർ തമ്മിൽ അവിടെ ഒരു ഐഡിയായി എല്ലാം ആയി. പക്ഷെ എന്നിരുന്നിട്ട് പോലും ആ ബോഗിയിലുണ്ടായിരുന്ന ആരും തന്നെ അരുണിമയ്ക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്നില്ല. വലിയൊരു കലാപത്തിലേക്കാണ് പോയത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 4 പേർ അരുണിമയെ ലോക്ക് ചെയ്യുകയാണ്. 2 പേർ രണ്ട് കാലിലും 2 പേർ 2 കൈയിലും പിടിച്ച് അരുണിമയുടെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അരുണിമയെ ആ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വലിച്ച് പുറത്തേക്ക് എറിയുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ എന്താ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അരുണിമ താഴെ ട്രാക്കിൽ ചെന്ന് ഇടിക്കുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് വന്ന അതേ സ്പീഡിൽ വന്ന ഒരു ട്രെയിൻ അരുണിമ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. തൻ്റെ ബാക്ക് വന്ന് വലിയൊരു ഇടിയാണ് ഇടിച്ചത്. നേരെ ചെന്ന് അരുണിമ വീണെന്ന് പറഞ്ഞ് ട്രാക്കിനകത്താണ് ചെന്ന് വീണത്. കുറച്ച് നേരം ബോധമില്ലാതെ കിടന്ന അരുണിമ പയ്യെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. ചെറുതായിട്ട് ബോധം വരാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ദേഹം മൊത്തം ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് അരുണിമ കാണാൻ ഇടയായത്. പക്ഷേ ആ ഒരു വീണ ഒരു മരവിപ്പോ എല്ലാം ഉള്ളത് കൊണ്ട് തനിക്ക് വേദനയൊന്നും അറിയാൻ ഉണ്ടാവുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് തൻ്റെ കാലുകൾ താഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. തൻ്റെ ഇടത്തെ കാല് മുട്ടിന് താഴോട്ട് അറ്റുപോയി കിടക്കുന്നതാണ് അരുണിമ കണ്ടത്. അതും കുറച്ച് ദൂരം മാറിക്കിടക്കുന്നത് അരുണിമയ്ക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ആ ഒരു മരവിപ്പ് കൊണ്ട് വേദനയൊന്നും തന്നെ അരുണിമയ്ക്ക് അറിയാനോ ഒന്നും പറ്റിയിട്ടില്ല. അരുണിമ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് ആ ബ്ലഡ് അത്രയും പോയത് കൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റിയിരുന്നില്ല. അരുണിമ അപ്പോഴും ഉണ്ടായിരുന്ന ചെറിയൊരു മയക്കത്തിലാണ്. അരുണിമ തൻ്റെ കാലുകൾ കിടക്കുന്ന കാലുകൾ നോക്കിയപ്പോൾ കണ്ടതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ കാട്ടിലൂടെ അലഞ്ഞു കിടക്കുന്ന പട്ടികൾ ആ ഒരു കാല് കടിച്ച് പറിക്കുന്നതാണ് കണ്ടത്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആ ഒരു ഷോക്കിന് ശേഷം പതിയെ തൻ്റെ ശരീരത്തിന് ഏർപ്പെട്ട ഓരോ വേദനകളും അരുണിമയ്ക്ക് പയ്യെ ഫീലാവാൻ തുടങ്ങി. അരുണിമയ്ക്ക് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സും ഓരോ ദിവസങ്ങളായി ഫീൽ ചെയ്യാൻ തുടങ്ങി. ഉറക്കെ കരയാൻ പോലും അരുണിമയ്ക്ക് സാധിച്ചില്ല. കാരണം തന്നിൽ നിന്നും പോകുന്ന ബ്ലഡ് കാരണം തനിക്കൊന്ന് ഒച്ചയെടുക്കാൻ പോലും പറ്റിയിരുന്നില്ല. കുറച്ച് നേരം സമയങ്ങളിങ്ങനെ പോകുന്നു. വെളുപ്പിനെ ആയിക്കൊണ്ടിരിക്കുന്നു. ആരും തന്നെ അതിലൂടെ ഒന്നും തന്നെ അരുണിമയെ കാണാൻ പോലും പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ആ ഒരു ട്രാക്കിലൂടെ അരുണിമയുടെ മുകളിലൂടെ തന്നെ 10-15 ട്രെയിനുകൾ പോവുകയുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അരുണിമ ജീവനോടെ ഇരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ട്രെയിനിന് ഒരു പാളത്തിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ്, ഒരാൾ കിടക്കാൻ തന്നെ ഉള്ളൊരു ഗ്യാപ്പുണ്ട്. വീലുകൾ മാത്രമായിരിക്കും ആ ഒരു ട്രാക്കിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആ നടുവിലായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതിനിടയിലാണ് അരുണിമ ചെന്ന് വീണത്. ഇതിലൂടെ തന്നെ 10-12 ട്രെയിനുകൾ അതിനുശേഷം മുകളിലൂടെ തന്നെ പോയി
പോകുന്നുണ്ടായിരുന്നു അരുണിമയുടെ മുകളിലൂടെ തന്നെ. സോ ഇത് കഴിയുന്നു, നേരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ ആവുന്നു. അതിനടുത്തുള്ള ഗ്രാമത്തിലെ കുറേ പേര് അതുവഴി പോകുമ്പോൾ അരുണിമ ട്രാക്കിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് അവർ കണ്ടത്. ജീവനില്ല എന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അരുണിമയുടെ കണ്ണുകൾ അനങ്ങുന്നതായി കണ്ടത്. ഉടനെ തന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് അരുണിമ അവിടെ നിന്ന് എടുത്ത് അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താണ് വലിയ കാര്യം, അരുണിമയും എല്ലാവരും തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അനസ്തേഷ്യയില്ല. തനിക്കാണെങ്കിൽ തൻ്റെ ബ്ലഡും അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തനിക്ക് വേണ്ടിയുള്ള ചികിത്സ തുടങ്ങണം. പക്ഷേ എന്നാൽ അനസ്തേഷ്യ ആ ഒരു ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിലില്ല. എന്നാൽ അരുണിമ പറഞ്ഞു, എനിക്കത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ച വേദന അത് ഇന്നലെ അനുഭവിച്ച ഒരു വേദന വലുതാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അല്ലാതെ തന്നെ വേണ്ടത് ചെയ്തോളൂ എന്ന് പറയുകയാണ് ചെയ്തത്. സോ അതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ന്യൂസായിട്ട് മാറുന്നു. ട്രെയിനിൽ നിന്നും വലിച്ചെറിയപ്പെട്ട പെൺകുട്ടി, അങ്ങനെ എല്ലാവരും, മിനിസ്റ്റേഴ്സും എല്ലാവരും, അതുപോലെ തന്നെ പത്രവും എല്ലാം, മീഡിയാസും എല്ലാം ഈ ഒരു പെൺകുട്ടിക്ക് നേരെ വരികയാണ്. സോ അതേപോലെ തന്നെ അരുണിമയുടെ എല്ലാ ചികിത്സയും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള പൈസയും എല്ലാം ഗവൺമെൻറ് ഓഫർ ചെയ്യുകയാണ്. അവിടെ നിന്ന് തന്നെ എയിംസിലോട്ട്, വലിയ ഹോസ്പിറ്റലായ എയിംസിലോട്ട് മാറ്റിയാണ് നല്ല ചികിത്സയ്ക്ക് വേണ്ടി. അങ്ങനെ മീഡിയാസും എല്ലാം അരുണിമയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗവൺമെൻറ് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പൈസകൾ നൽകാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കെ ആ സമയത്ത് അവിടെ ഭയങ്കര ഒരു ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച അരുണിമയ്ക്കെതിരെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമ യഥാർത്ഥത്തിൽ ട്രെയിനിൽ നിന്ന് വീണതാണോ എന്നൊരു ചർച്ച. കാരണം അങ്ങനെ അത്രയും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് വീഴുന്നവർ ആരായാലും മരിച്ചു പോകില്ലേ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഡൗട്ട്. അത് വളരെ വ്യാപകമായിട്ട് തന്നെ പരക്കാൻ. എന്നാൽ പോലീസ് അന്ന് നടന്ന സംഭവത്തിൻ്റെ കാര്യങ്ങൾ, കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും ചെയ്തു. സോ അതോടെ തന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്ത, ഇങ്ങനെ പരന്നുകൊണ്ടിരുന്ന ഒരു വാർത്ത മൊത്തത്തിൽ തീരാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്ത് അരുണിമയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അരുണിമയുടെ അച്ഛൻ എന്ന് പറയുകയാണെങ്കിൽ, അരുണിമയുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ്. ഒരു അമ്മയാണുള്ളത്. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്ന വല്യച്ഛനാണ്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, അരുണിമ അവരോട് അടികൂടി പിടിച്ച് നിന്നു എന്ന് പറഞ്ഞത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരുണിമ ഒരു വോളിബോൾ നാഷണൽ ചാമ്പ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അത്ലറ്റിന് വേണ്ടിയുള്ള ഫിസിക് ഉണ്ടായിരുന്നു. അതാണ് ചെയ്തിരുന്നെങ്കിൽ തനിക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാരാ മിലിറ്ററിയിൽ ചേരാൻ വേണ്ടിയായിരുന്നു. സോ അതിനു വേണ്ടി എക്സാമുകൾ എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനെല്ലാം ഫെയിലായി. അങ്ങനെ ഇരിക്കെ ആണ് അവസാനം അരുണിമയ്ക്ക് കോൾ ലെറ്റർ വരുന്നത്. പക്ഷേ അതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ മാറിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. സോ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത്. സോ എന്തായാലും തൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഒരിക്കലും അരുണിമ വിചാരിച്ച് കാണത്തില്ല. സോ അതിന് ശേഷം തൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിയുക, ആളുകളെല്ലാം അരുണിമയെ ഒരു വല്ലാത്ത രീതിയാണ്, ഒരു ഭയങ്കര ഒരു ഹാൻഡിക്യാപ്പ് ആ ഒരു രീതിയിൽ കാണുന്ന അരുണിമയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. താനത് പാടെ തന്നെ വെറുത്തിരുന്നു. സോ അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു പത്രം. ആ പത്രത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സോ മൗണ്ട് എവറസ്റ്റ് കയറുന്നതിനെക്കുറിച്ചും അതിൻ്റെ കഷ്ടതകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കൊടുത്തിരുന്നു. സോ ഇത് കണ്ട് അരുണിമ തൻ്റെ വല്യമ്മയോട് പറയുകയുണ്ടായത്, ഈ മൗണ്ട് എവറസ്റ്റ് ഉറപ്പായിട്ടും കയറുന്നതായിരിക്കും, വല്യമ്മ അത് കാണുന്നതുമായിരിക്കുമെന്നും. സോ വല്യമ്മ എന്ത് ചെയ്തു, അരുണിമയെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ പറയുകയുണ്ടായിരുന്നു, നീ അത് ചെയ്യും എന്ന് പറയുകയുണ്ടായിരുന്നു. സോ അതിനുശേഷം ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അരുണിമ ട്രെയിനിങ് ചെയ്യുകയും അതിനുശേഷം 2 വർഷത്തിന് ശേഷം അരുണിമ ആ ഒരു ദൗത്യം പൂർണ്ണമാക്കുകയും ചെയ്തു. മൗണ്ട് എവറസ്റ്റ് കയറിയ ആദ്യ ഒരു ഹാൻഡിക്യാപ്പായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന റെക്കോർഡും അരുണിമയ്ക്കാണുള്ളത്. അതുപോലെ തന്നെ അവിടെ കയറിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവിടെ കുത്തിവെക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ് മാത്രമല്ല, ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ഒരുവിധ മലകളും എന്ത് ചെയ്തിട്ടുണ്ട്, അരുണിമ കയറിയിട്ടുണ്ട്. തനിക്ക് എല്ലാം കയറണമെന്നും അതിനോട് ആഗ്രഹമുണ്ടെന്നും അങ്ങനെ ഓരോന്നായിട്ട് അരുണിമയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അരുണിമ ചെയ്യാനും തുടങ്ങിയിരുന്നു. സോ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിരുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും ആ സമയങ്ങളെല്ലാം നിങ്ങൾ കരുത്തോടെ അരുണിമ തൻ്റെ ജീവിതത്തെ കണ്ട പോലെ തന്നെ നിങ്ങൾ കണ്ട് മുന്നോട്ട് വരണമെന്നും നിങ്ങൾക്കുള്ള ലിമിറ്റേഷനെല്ലാം മറികടക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇത് നിങ്ങൾക്കൊരു പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.